എന്താ എന്താ പ്രൊജക്ഷനൊന്നുമില്ല, അത് ശരിയാണ്. പക്ഷേ ഹി വാസ് എ സപ്പോർട്ടർ ഫോർ ദ ചർച്ച് ആൻഡ് എസ്പെഷ്യലി ഫോർ ദ പവർ സ്റ്റേഷൻ. പ്രത്യേകിച്ച് ഒരു സണ്ണിച്ചാൻ്റെ ഒരു പെറ്റ് കുടുംബമായിരുന്നു, അതിന് സംശയമില്ല. സ്തോത്രം. സണ്ണിച്ചാനിപ്പോൾ ഇവിടെ ഇല്ലല്ലോ, എങ്കിലും നമുക്ക് സങ്കടമുണ്ടെങ്കിലും നമുക്ക് അവരെ വളരെ പ്രത്യാശയോടെ യാത്രയേക്കാൻ ഇടയാവുന്നു. എനിക്ക് തോന്നുന്നു ഏറിയ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു യാത്രയപ്പോൾ നമ്മൾ ക്രമീകരിക്കുന്നത്. മറ്റേ രണ്ടുപേരിൽ നമ്മൾ ഒതുക്കിയായിരുന്നു. സ്തോത്രം. ഇനിയും അവർക്ക് വേണ്ടി നമ്മുടെ സഹോദരിമാരൊരു ഫെയർവെൽ സോങ് ഒരുക്കിയിട്ടുണ്ട്, അതവർ വന്ന് പാടും. അതിനുശേഷം
Before I and Kevin, we three were born, our family was together wherever we go. I'm going to miss them and all. Please pray for me and my family. അവരെ പറ്റി പറയുവാനുള്ളതാണെങ്കിൽ ഒത്തിരി ഉണ്ട്. പക്ഷേ 2009 ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ് അവരെ കണ്ടുമുട്ടുവാനും ഇപ്രകാരം ഒരു ഫാമിലി ബന്ധം കണ്ട നാൾ മുതൽ ഇതുവരെ യാതൊരു പ്രയാസങ്ങളൊന്നും കൂടാതെ ഇത്രത്തോളം സമാധാനത്തോടും സന്തോഷത്തോടായിരുന്നു. അതിലേക്ക് ഉപരിയായി 2 വീട്ടിലും പേരൻസുമായിട്ടും തന്നെ വെക്കേഷനൊക്കെ പോയാലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഭയങ്കര ഒരു ബോണ്ടിങ് ആയിരുന്നു. അവരുടെ എനിക്കറിയത്തില്ല എന്താ പറയേണ്ടതെന്ന്. വളരെ ഒരു ക്ലോസ് ഫാമിലി ആയിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ഷക്കൂത്തിലോട്ട് മാറിയപ്പം ഷാബിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റെനിയുടെയും പ്രമോദിന്റെയും ആ ഭവനത്തിനോടെന്ന ബന്ധത്തിലായിരിക്കും ഞങ്ങൾ വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. വിശേഷാല റെനിയോട് എനിക്കറിയത്തില്ല എന്താ പറയേണ്ടതെന്ന്. എപ്പോഴും ഒരു ഓപ്പൺ ഹാർട്ട്, ആ വീട് എപ്പോഴും ഒരു തുറന്ന ഭവനമായിരുന്നു. അവിടെ എവിടെ ആർക്കും കയറാം, എന്തും ചെയ്യാം. അതുപോലെ തന്നെ ആയിരുന്നു തിരിച്ച് ഞങ്ങളുടെ ഭവനത്തിന് വരുമ്പോൾ വയ്യാത്ര ക്വയറ്റൊന്നും അല്ലായിരുന്നു. പക്ഷെ എന്ത് സന്തോഷത്തോടെ സംസാരിക്കാനും എത്ര നല്ലതായിട്ട് ഓപ്പൺ ചെയ്ത് സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു ഫാമിലി ആയിരുന്നു. എന്നെ സംബന്ധിച്ച് 2008 ഞാൻ ഇവിടെ വരുന്നത്. 2009 തൊട്ട് ഇതുവരെ എനിക്ക് വളരെ ഒരു ബോണ്ടിങ് ആയ ഒരു ഫാമിലി ആയിരുന്നു. വിശേഷാൽ എൻ്റെ ജോഷി, കെവിൻ, എവിടെ പോയാലും 3 പേരുടെ ടുഗദർ, 3 പേരുടെ ഒരു ഫുഡ് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ ഒരു ഇതായിരുന്നു. വളരെ വേദനയോടെ ആയിരിക്കുന്നു. കർത്താവ് ദൈവം അവരെവിടെ പോയാലും വേണ്ടുന്ന എല്ലാവിധ സമ്പൽ സമൃദ്ധിയും കൊടുത്ത് എല്ലാവിധ അനുഗ്രഹങ്ങളാലും അവരെ 4 പേരെയും അവിടെയും അവർ ആ ദേശത്തും ആ സഭയ്ക്കും വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് മാത്രം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. So ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ we would like to sing a sweet song for you all. This song is just our testimony. നന്ദിയാൽ നിറയും എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. Come on, sing with us. Praise the Lord. I thank my God and thank each and one of us
one of you all. Actually, we never thought that we will go to Canada. We never tried for anything. But unfortunately, when we were receiving a mail from US saying, you were not being selected for H1B, Pinky just gave us a word, Rini, there are some changes going on. So Achachan was trying to just have a look into the site, and he just took all my USRN thing and applied over there, and within 4 months it got clicked. So we just believe that God works according to his promises which he has given to us. So ദൈവം എനിക്കൊരു വാഗ്ദത്തം തന്നിരുന്നു, നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വഴി ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിലും തോന്നിയിട്ടുമില്ലാത്ത ഒരു വഴിയാണ്. ചിരിച്ചാൽ പലപ്പോഴും പ്രസംഗിക്കും, there's a door which is going to be open, and you know the papers and everything is being stuck up. പക്ഷേ ആ ലോക്ക്ഡ് ആയ പേപ്പേഴ്സ് എല്ലാം, thank God I was able to use the same papers which I have done, the exams I have done in the year 2007. So I can say this is not because of us, but God has done a great work for us. I thank my God for this. And especially my sisters and my dear brothers, my dear children, I cannot forget you all, the way you have cared for us, the way you supported us. Really, we love you all, and may the Lord bless each and every one of you. As Jacob Chan said, Achachan looks like an essay, but I am just blah blah. So when the essay is there inside our house, you know, everything goes perfect. He's so caring, and he's really, you know, he does everything in a good way, soft way dealing. So that's why, you know, in the church it was really blessed. When I was getting married, I just thought of only one thing: whomever I'm going to get married, he should be a child of God and he should sing. That's all. You know, I'm not a good singer, but I had a passion towards just to sing. So just like that, I thank the church and especially the choir for giving us a chance to sing in the presence of the Lord. Not only in the choir, for the children's ministry. Thank you, Jipcha. Thank you, PYPA, and especially all of you. And I don't have any words to say about Pastor Jacob and family, and Pastor Sandijan and family, really evangelists and families. Really, you all were very great and very supportive in times of all our disappointments and all needs. You all have supported us, and that's how we have come through to this particular level. I thank one and all for all your prayers. And even in the future, to take care of our children, we need a special wisdom and guidance from our God. I request each and one of you all to pray for that, so that even the children can grow in a good way, spiritually active. And though we are going there, I told Achachan, maybe you will be the pastor. He said, no, I don't want to take any risk, and it's very risky. But if God wills everything, the door will be opened for us, and we are ready for that. So you all, please pray for us, and may the good God bless you all. Thank you so much. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് രാത്രിക്കാലം ഇങ്ങനെ ഒരു അവസരം ഞങ്ങളെ സ്നേഹിച്ച് ഒരുക്കി തന്ന പ്രിയ ദൈവസഭയോടും ദൈവദാസന്മാരോടുമുള്ള പ്രത്യേക നന്ദി ആദ്യം തന്നെ അറിയിക്കട്ടെ. ഞങ്ങളോട് ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ആശംസകളായി പറഞ്ഞവർ, പാട്ടുപാടിയവർ, എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 18 വർഷക്കാലം 2006 ഞാൻ UAE കടന്നു വന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ അത്ഭുതകരമായി വഹിച്ചു. 2008 ഞാൻ അലൈനിൽ വന്നു. 2006 ഞാൻ അലൈനിൽ വന്നു. 2008 റിനി അബുദാബിയിൽ വന്നു. ഞങ്ങളുടെ വിവാഹം 2009 വിവാഹശേഷം ഞാൻ അലൈനിൽ നിന്ന് അബുദാബിയിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഞാനിവിടെ കടന്നു വന്നപ്പം ഒരു പ്രാർത്ഥന ചർച്ച ചെയ്താണ് ഏറ്റവും നല്ലതെന്ന്. മീൻസ് ഞങ്ങളുടെ കൂടെ താമസിച്ച ഒരു വിശ്വാസികളായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു, ഏത് ചർച്ചിലാണ് ഇവിടെ അടുത്ത് കൊള്ളാവുന്ന നല്ല ചർച്ച വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പോകുന്ന ചർച്ചിൻ്റെ കാര്യം അവർ പറഞ്ഞില്ല. അവർ പറഞ്ഞത് നമ്മുടെ IPC എബനേസറിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടെ വ്യാഴാഴ്ച രാത്രിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അത് എന്ത് പ്രാർത്ഥിച്ചാലും ദൈവത്തിന് അതിനകത്ത് അത്ഭുതം പ്രവർത്തി. അവരുടെ എന്തോ വിഷയം അവർ പ്രാർത്ഥന വിഷയമായി നമ്മുടെ ചർച്ചയിൽ തന്നു. അങ്ങനെ അവരുടെ വിഷയത്തിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചു. അപ്പം
അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയുള്ള സഹകരണമുള്ള ചർച്ചാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രിയ ചർച്ചിലേക്ക് കടന്നു വന്നത്. അതിനുശേഷമാണ് പ്രിയ റിജിൻ ബ്രദർ പറഞ്ഞതുപോലെ റിജിൻ ബ്രദറിനെ 2006 മുതൽ ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ചതാണ് അലൈനി വെച്ച്. അതിനുശേഷം ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് റിജിൻ ബ്രദറും ഈ ചർച്ചിലാണെന്ന് ഞങ്ങൾ അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾക്ക് കുടുംബമായി ഈ ദേശത്ത് ഈ സഭയോടനുബന്ധിച്ച് ഈ കഴിഞ്ഞ 15 വർഷത്തോളം ഞങ്ങൾക്ക് ഒരുമിച്ചായിരുന്നു. ദൈവം തന്ന എല്ലാ അവസരത്തിനായും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ദൈവദാസന്മാർ, ഇവാഞ്ചലിസ്റ്റ്, ദൈവ മക്കൾ, എല്ലാവരുടെയും പേരൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരുടെയും പേരുണ്ടാണ്. എല്ലാവരോടും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആരുമായിട്ടും ഒരു പ്രയാസം ഉണ്ടാക്കുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമായി ക്ഷമിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് ഞാൻ പ്രിയ സാഹിച്ചാൻ പറഞ്ഞ പോലെ പ്രിയൻ്റെ പിതാവ് ഒരു സുവിശേഷ വേലക്കാരനായിരുന്നു. പുള്ളി നല്ല ഗവൺമെൻറ് ജോലിയൊക്കെ റിസൈൻ ചെയ്ത് പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയായിരുന്നു. ഫിലിപ്പച്ചൻ പറഞ്ഞ പാസ്റ്റർമാരുടെ മക്കള് ശരി പുറകോട്ടായിരിക്കും. കാരണം അവർ ഈ ജനിച്ചപ്പോൾ തൊട്ട് ഇതിനകത്തായതുകൊണ്ടേ ഇവിടെ ഇരിക്കുന്ന പല പാസ്റ്റർമാരെ മക്കളുണ്ട്, പുറകിലുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. എനിവേ, അതുകൊണ്ട് ഈ ഒരു വലിയ ലോകത്തെ ഏറ്റവും വലിയ മണ്ടത്തരം കാണിച്ചൊരു വ്യക്തിയായിരുന്നു എൻ്റെ പിതാവ്. കാരണം ഇപ്പം നല്ല പെൻഷനൊക്കെ കിട്ടേണ്ട സമയത്ത് പുള്ളി അതൊന്നും എടുക്കാതെ ജോലി രാജിവെച്ചു. അപ്പം അന്ന് ഞങ്ങളുടെ വീട്ടുകാരും എല്ലാവരും, കാരണം അവർക്ക് അറിയാമല്ലോ ഒരു മണ്ടത്തരമല്ലേ കാണിച്ചിരിക്കുന്നത്. പലപ്പോഴും ഞാനും ചിന്തിക്കാറുണ്ടായിരുന്നു, പപ്പയുടെ കൂടെ ജോലി ചെയ്യുന്നവർ മക്കളൊക്കെ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചൊക്കെ നടക്കുമ്പം നമുക്കതൊന്നും സാധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം മാർഗം കടക്കാരനല്ല. എല്ലാ വിഷയത്തിലും ദൈവം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവം നമുക്കത് ഏത് വിഷയത്തിൽ നമ്മൾ നിന്ദിക്കപ്പെട്ടോ ആ വിഷയത്തിലെല്ലാം ദൈവം തന്നെ കരം പ്രവർത്തിക്കും. പ്രത്യേകിച്ച് ഈ ദേശത്ത് കടന്നു വരുവാൻ ദൈവം അനുവദിച്ചു. ആരുടെ റെക്കമെൻഡേഷൻ ഇല്ലാതെ തന്നെ ഈ ദേശത്ത് കടന്നു വരുവാൻ സഹായിച്ചു. തക്ക സമയത്തെല്ലാം ജോലിയൊക്കെ ലഭിക്കുകയും എല്ലാം തക്ക സമയത്ത് ഒന്നിനും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ജോലി മാറിയിട്ടുണ്ടെങ്കിലും ഞാൻ റിസൈൻ ചെയ്തതല്ലാതെ വേറെ ജോലിക്ക് വേണ്ടി ഒന്ന് ഞാൻ എല്ലാം ദൈവം ഒരുക്കി തന്നു തക്ക സമയത്ത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവ്വമഹത്വവും സർവ്വമാനവും ദൈവത്തിന് അർപ്പിക്കുന്നു. പ്രിയ ജേക്കബച്ചൻ നമ്മുടെ SIയുടെ കാര്യം പറഞ്ഞു, അത് ശരിയാണ്. പലപ്പോഴും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലൂടെ ആയിരുന്നുകൊണ്ട് അച്ഛനെ കുറച്ചുകൂടെ എന്നെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊക്കെയും ഞാൻ നാട്ടിലൊക്കെ ചെല്ലുമ്പം ഈ സൈഡൊക്കെ ഇച്ചിരി കട്ട് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം ചെല്ലുന്നവരൊക്കെ മിക്കവാറും ഒക്കെ എണീക്കാറുണ്ട്. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ചെന്നപ്പം ഒരു തട്ടുകടയിൽ ചെന്നപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ എന്നെ നോക്കിയിട്ട് 2-3 പേരോട് എന്തോ പറയുന്നു. അപ്പോൾ അവർ ഉടനെ ഇറങ്ങിപ്പോയി. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്താ മോനെ? അത് അവർ കുടിക്കാൻ വേണ്ടി ഗ്ലാസ്സൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ മോനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇത് പോലീസാണ്, അതുകൊണ്ട് അത് പെട്ടെന്ന് അപ്പം അച്ഛൻ പറഞ്ഞതിൽ ഒട്ടും തെറ്റില്ല. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. എനിവേ, പ്രിയ സണ്ണിച്ചാൻ കുടുംബം ഞങ്ങളെ ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുകയും ഗൈഡ് ചെയ്യുകയൊക്കെ ചെയ്ത സണ്ണിച്ചാൻ്റെ അഭാവം ഞങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിലും ദൈവം കുടുംബം അവരെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പ്രിയ പോള കുടുംബം ഞങ്ങളിവിടെ കടന്നു വന്നപ്പോൾ ആദ്യമേ അച്ഛൻ പറഞ്ഞു ഒരാളെ അൺലോഡിങ്ങിന് ഒരാളെ വിടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം വന്നത് നമ്മുടെ പോളായിരുന്നു. ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് ഇവൻ എങ്ങനെ ഇത് ചെയ്യുമെന്നൊക്കെ ചിന്തിച്ചെങ്കിലും നല്ല ആക്റ്റീവായിട്ട് ഞങ്ങളുടെ കൂടെ നിന്നും പോകുന്നിടം വരെയും വളരെ സന്തോഷത്തോടെ നിൽക്കുവാനിടയായി. കുടുംബമായവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ ജേക്കബച്ചൻ, അദ്ദേഹം സണ്ണിച്ചാൻ ഞങ്ങളുടെ പെറ്റാന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനല്ല, ജേക്കബച്ചാൻ ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞങ്ങളുടെ പല വിഷയങ്ങളുടെ മേലും അച്ഛൻ്റെ ആ സമയമാകുമ്പോൾ അച്ഛൻ വിളിക്കും. ഞങ്ങളങ്ങനെ എപ്പോഴും റെഗുലറായിട്ട് വിളിക്കാറൊന്നും ഇല്ലെങ്കിലും വിഷയങ്ങളൊക്കെ വരുമ്പം അച്ഛനോട് ഞാൻ സംസാരിക്കും. പല കാര്യങ്ങളും എൻ്റെ ജോലിയുടെ വിഷയത്തിലൊക്കെ അച്ഛൻ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. കുടുംബമായ അവരോടൊത്തുള്ള ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. പ്രിയ ആൻറ്റിയും പ്രിയ ജഗച്ചാനെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഇവാഞ്ചലിസ്റ്റ് പ്രിയ സാഹിച്ച അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ മേൽ പ്രത്യേക ബന്ധമുണ്ട്. അത് അച്ഛനും എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കുടുംബമായി അവരോടും അവർ ഞങ്ങളോടുള്ള കാണിച്ച എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
അതുപോലെ ഫിലിപ്പച്ചാൻ കുടുംബം അച്ഛനും ധാരാളം അനുഗ്രഹിക്കട്ടെ. ജീവിച്ചാൽ ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇനി പറഞ്ഞ പോലെ ഈ വർഷമൊന്നും കാനഡയിലോട്ട് പോകുന്നു. കാനഡയുടെ കാര്യത്തെക്കുറിച്ചൊന്നും ഞങ്ങൾ ആക്ച്വലി ഒരു 10 വർഷം മുമ്പ് ഞങ്ങൾ ഏജൻസി പോയി ചോദിച്ചു. കാരണം ഇവിടെ US വേണ്ടിയാണ് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ US റിട്രോഗ്രേഷൻ ആയതുകൊണ്ട് ഇച്ചിരി ഡിലേ വരുന്നതുകൊണ്ട് ഞങ്ങൾ കാനഡയുടെ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അന്ന് അവർ പറഞ്ഞത് നിങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങൾ 30 ഇയർ എബോവ് ആയി, പിന്നെ കൂടുതൽ 2 പേർക്കും PG വേണം, പിന്നെ RN ലൈസൻസ് ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്, അതുകൊണ്ട് നിങ്ങൾ കാനഡ നോക്കണ്ട, വേറെ വല്ലതും നോക്കിയാൽ മതി എന്ന്. പിന്നെ അങ്ങനെ ഞങ്ങൾ ക്ലോസ് ചെയ്ത് വെച്ചൊരു സംഭവമാണ്. പക്ഷേ ഇനി പറഞ്ഞതുപോലെ കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളിലൂടെ പ്രിയ ജീവിച്ചാലിലൂടെ ഒക്കെ സംസാരിച്ചതുപോലെ പലതും നമ്മൾ മറന്നുപോയ, പലതും പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മറന്നു വെച്ച പല വിഷയങ്ങളുണ്ടല്ലോ. നമ്മുടെ റെക്കോർഡ് നമ്മൾ ചെയ്തതൊക്കെ വെറുതെയാ, ഇനി അതുകൊണ്ട് പ്രയോജനമില്ലെന്നൊക്കെ ചിന്തിച്ച വിഷയങ്ങളൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയോട് വെളിപ്പെടുവാനിടയായി. ഞാൻ ദൈവനാമത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു. പ്രിയ സഭയുടെ സപ്പോർട്ടും കൈത്താങ്ങലുകളും പ്രത്യേകിച്ച് PIPA എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളെ ഉൾക്കൊള്ളിക്കുവാൻ സഭ ഞങ്ങളോട് കാണിച്ച എല്ലാ കരുതലിനും സ്നേഹത്തിനും ഇന്ന് രാത്രികാലം ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കുട്ടികളുടെ സ്റ്റുഡൻസിൻ്റെ സെക്ഷനൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹമായിരുന്നു. ഇത്രത്തോളം ഞങ്ങളെ കരുതിയ സ്നേഹിച്ച സഭയെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഈ ചർച്ചിനെയാണ്. പിന്നെ നിങ്ങളോടൊക്കെ ഒരു അസൂയുള്ളത്, ഞങ്ങൾ അവിടെ മഞ്ഞിൽ അകത്തിരിക്കുമ്പം നിങ്ങളിവിടെ അടിച്ചു പൊളിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ച് എൻജോയ്മെൻറ്റ് ഞങ്ങളെക്കുറിച്ച് ഓർക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ സെൻഡ് ഓഫിൻ്റെ വിഷയത്തെക്കുറിച്ച് ഇവിടെ അനൗൺസ് ചെയ്തപ്പം ഒരുപാട് പേര് എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു എൻ്റെ മക്കളെല്ലാം അവിടെ ഉണ്ട്, ചിലരുടെയൊക്കെ 2 പിള്ളേരൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരു 50% മേളിലും എനിക്ക് തോന്നുന്നു പ്രായമാകുമ്പം ആ പ്രദേശത്തേക്ക് കടന്നു വരുന്നവരാണ്. നിങ്ങൾ ജേക്കബച്ചാനും കടന്നു വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഒരു കൂട്ടായ്മ ദൈവം തീർച്ചയായിട്ടും ഒരുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ എല്ലാവരെയും വീണ്ടും കാണാം. അല്ലെങ്കിൽ പ്രത്യാശയോടെ നിത്യത നഷ്ടപ്പെടുത്താതെ ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും, അതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള പ്രാർത്ഥന വിഷയം. എവിടെ ചെന്നാലും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് സാക്ഷ്യം തീർന്നുള്ളൂ.